നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ കോട്ടയിലാണ് ഗൈസ്. നോക്ക് മക്കളെ, നോക്ക്. മരത്തിൻ്റെ ഉള്ളിൽ സിമ്പിൾ. സോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഗൈസ് കാണിച്ചത് കണ്ണൂർ കോട്ടയിലാണ്. കണ്ണൂരിൽ നമ്മൾ കുറേ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ കോട്ട. കാരണം ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. മകൾക്ക് എന്ന് പറഞ്ഞ സിനിമ ഒക്കെ ഇവിടെയാണ് ചോദിക്കുന്നത്. പിന്നെ ഉറുമിയൊക്കെ ഇവിടെ അടി തോന്നുന്നു. കുറേ കോട്ടകളൊക്കെ വരുന്ന നേരത്തെ കയറിയെന്ന് തോന്നുന്നു. കോട്ടകളൊക്കെ വരുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ. അടിപൊളി പ്ലേസാണ്. നല്ല കാമൻ കോട്ടയാണ്. ഇതിന് കുറേ കപ്പിൾസൊക്കെ ഉണ്ട് കേസ് ഇവിടെ. നമ്മളിങ്ങനെ സിംഗിൾ യോഗയില്ല മണി സിംഗിളായിട്ട് വരും. നല്ല പൂവൊക്കെ അങ്ങനെ നല്ല ചെത്തിയും മടക്കി വെച്ചിട്ടുണ്ട്. ഫീഡിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സാധനം കാണുക. ഇതിവിടെ പഴശ്ശിരാജയൊക്കെ പീരങ്കി വെച്ച സ്ഥലമാണ്. ഇവിടെയാണ് ശത്രുക്കളൊക്കെ വരുന്ന സമയത്ത് പീരങ്കിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കും. അപ്പൊ ശത്രുക്കൾ അങ്ങനെ വരുന്നത് ഇതിനകത്ത് വെച്ചിട്ടാണ് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടിടും. അതിന്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ ഉണ്ടിട്ട് ഈ ഉണ്ട അങ്ങനെ കടലിൽ പോയി ഇങ്ങനെ പൊട്ടും. അങ്ങനെയാണ് സുനാമി ഒക്കെ ഉണ്ടാകുന്നത് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. என்ன பண்ணிடுவானுங்க? പഴശ്ശിരാജയുടെ തോറ്റ കടലേ, കടലേ. അപ്പോൾ പണ്ടത്തെ പൈതൃകൾക്ക് ഇതിൽ കൂടെ ആയിരുന്നു വാസ്കോ ഡ ഗാമയും ഇവരൊക്കെ വന്നത്. മറ്റേ ബ്രിട്ടീഷുകാരുടെ യുദ്ധങ്ങളൊക്കെ നടന്ന ഇവിടെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൽ കൂടെയാണ് നോക്കിയത്. അതിനകത്തൊരു കുയ്യൊക്കെ ഉണ്ട്. ഈ കുയ്യിൻ്റെ ഉള്ളിൽ കൂടെയാണ് കാണിച്ചത് ഗൈസ്. ഇതാ നോക്കൂ, ഈ കുയ്യിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇതൊക്കെ ഇടുക. ഇവിടെ ഒരുപാട് കുഴികളുണ്ട്. അങ്ങനെ ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഇവിടെ നിന്നാണ് പഴശ്ശിരാജ വെള്ളം കുടിച്ചത്. സത്യമാണ്, സത്യമാണ്, പരമാർത്ഥമാണ്. അയ്യോ അയ്യോ, എന്റെ പഴശ്ശിരാജ. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ. വെള്ളത്തിന് വരെ ഒരു വീരഗാഥയുടെ കഥ പറയാനുണ്ട്. ബ്രിട്ടീഷ് നേതാവ് ഡങ്കൻ പ്രഭുവിന്റെ കല്ലറയാണ്. റെസ്റ്റ് ഇൻ പീസ്. ഒക്കെ സത്യമാണ്, റിസർച്ച് ചെയ്തിട്ട് പറയാം. ഇവിടെ നോക്കിയാൽ കടൽ കാണാം കേട്ടോ. ഈ മരങ്ങളൊക്കെ ഒരുപാട് പഴക്കമുള്ള മരങ്ങളുണ്ട്. ഈ മരത്തിലൊക്കെ ചുറ്റിയിട്ടായിരുന്നു മറ്റേ പഴശ്ശിരാജൊക്കെ പ്രണയിച്ചത്. ഇപ്പോഴും ആ പിന്നെ ഇതൊക്കെ നിലനിന്ന് പോകുന്നുണ്ട് ഇവിടെ, ആചാരങ്ങളൊക്കെ. അങ്ങോട്ട് പോണോ? നല്ലൊരു സീനറി ഉണ്ട്. കാര്യം ഇങ്ങോട്ട് വരും. നമുക്ക് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കാം. ഇവിടെ വന്നിരുന്ന് മാനസമയനൊക്കെ പാടാം. ഇനിയിപ്പം മാനസമയനെ പാടി സങ്കടം തീരുന്നില്ലെങ്കിൽ ആ തമ്പത്ത് പോയിട്ട് ചാടി നോക്കിക്കോളും. എല്ലാരും നോക്കല് പട്ടിയ കണ്ടോ കണ്ടോ, കടലിൽ തേച്ച് വന്നു. ഗൈസ്, വേറെ സാധനം കാണിച്ചുതരാം. ഇവിടെ ബ്രിട്ടീഷുകാരൊക്കെ സിനിമ കാണല് ഇവിടെ ഇരുന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങനെ വലിയ സ്ക്രീനില് പ്രൊജക്ടറിൽ സിനിമ ഇടും. ഇവർ ഇരുന്ന് കാണലൊക്കെ കാണിച്ചിരുന്നു. അങ്ങനെ കണ്ടോ, വേറെ വൈബേനും ഒരു ഫുള്ള് വൈബേനും ഗൈസ്. ഒരു ഇവിടുന്ന് പോകണ്ടില്ലേ, ഒരു ഇപ്പോഴും ഉണ്ടെങ്കിൽ പൊളിക്കുന്നു. എന്ത് ചെയ്യാൻ യോഗ ആണോ? ആ കാര്യം ഉൾത്താവളം
ഇവിടെയാണ് ഇങ്ങനെ കുതിരയൊക്കെ ഇങ്ങനെ ഇടക്കിടക്കിട്ട് നമ്മുടെ വീട്ടിൽ സ്ഥലം. നമുക്ക് ഇതിനകത്ത് എന്താ നോക്കാം. ഇതിൻ്റെ അകത്തേക്കും പണ്ട് ആൾക്കാർ ജയിലിൽ വരുന്നത് അടച്ചിട്ട സ്ഥലമാണ്. കണ്ടിട്ട് ജയിലിൽ കിടന്ന് മരിച്ച ആത്മാക്കളൊക്കെ ഇപ്പോഴും ഇവിടെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്യൂ. കണ്ടോ കണ്ടോ കണ്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കാണാൻ കഴിയും ഗൈസ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ പണ്ട് കോഴിക്കോട് വരെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്താണ്? പണ്ട് ഇവിടെ യുദ്ധമുറകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫുള്ള് കപ്പിൾ സ്കൂളാണ്. കോട്ടവാതിലാണ് ഇത്. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒളിഞ്ഞു പോകും. പക്ഷെ അതൊക്കെ റെനോവേറ്റഡ് പോലെ ഉണ്ട്. ഇവിടെ കോട്ടവാതിൽ തന്നെ പീരങ്കിയുണ്ട്. പീരങ്കിയുടെ ഉള്ളിൽ കൂടെയാണ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ കോട്ട വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കണം. നമ്മൾ കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അടിപൊളിയാണ്, സൂപ്പറാണ്. നമുക്ക് ഒരു കാമൻ ക്വയറ്റായിട്ട് നമുക്കൊരു ബീച്ച് വൈബ് ഒക്കെ കിട്ടും. സൂപ്പറാണ്. ബൈ.